എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് തുണിയിലേക്ക് എങ്ങനെയാണ് ഡിസൈൻ ട്രേസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. വരയ്ക്കാൻ അറിയാത്തവർക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതെന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡിസൈൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് പ്രിൻ്റ് എടുത്ത ഡിസൈനാണ്. നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈന് മൊബൈലിലുണ്ടെങ്കിൽ അതിന് സൈബറിൽ കൊടുത്തിട്ട് പ്രിൻ്റ് എടുക്കണം. അതുപോലെ പ്രിൻ്റ് എടുത്ത ഒരു പിക്കോക്കിൻ്റെ ഡിസൈനാണിത്. പിന്നെ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രേസിങ് ഷീറ്റ് ആവശ്യമാണ്. ഇതാണ് ട്രേസിങ് ഷീറ്റ്, ട്രേസിങ് പേപ്പർ. ഇത് നമ്മൾ ഷോപ്പിൽ പോയിട്ട് ചോദിച്ചാൽ ട്രേസിങ് പേപ്പർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലെ ഒരു പേപ്പർ തരും. അത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ട്രേസിങ് ഷീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പേപ്പർ ആയാലും മതി. ഈ പേപ്പർ നമുക്ക് ഈ സാരികളൊക്കെ വാങ്ങുമ്പോൾ അതിനകത്ത് മടക്കി വെച്ചിട്ടുണ്ടാകും ഇതുപോലത്തെ ഒരു പേപ്പർ. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എനിക്ക് വരുന്ന സാരികളിൽ ഇതുപോലത്തെ പേപ്പർ ഉണ്ടെങ്കിൽ എല്ലാം ഞാൻ എടുത്ത് വെക്കാറുണ്ട്. പിന്നീട് ട്രേസ് ചെയ്യാൻ അത് എടുക്കാറുണ്ട്. ഇപ്പം നമുക്ക് ആദ്യം ആ ഡിസൈനിന് ട്രേസിങ് ഷീറ്റിലോട്ട് എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആ ഡിസൈൻ താഴെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ട്രേസിങ് ഷീറ്റ് വെച്ചിട്ടാണ് ഡിസൈൻ ട്രേസ് ചെയ്യേണ്ടത്. ട്രേസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഓരോരോ സൂചി കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാനിവിടെ കുത്തി കൊടുക്കുന്നില്ല. ആ പേപ്പറിലുള്ള ഡിസൈൻ എന്താണോ അതിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ വരച്ചെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്കൊരു ലൈക്ക് അടിക്കാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടാൽ മതി. അടുത്ത വീഡിയോയിൽ അതിനുള്ള റിപ്ലൈ തരും. അങ്ങനെ ട്രേസിങ് പേപ്പറിലോട്ട് ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തുണിയിലേക്ക് എങ്ങനെയാണ് ട്രേസ് ചെയ്യുന്നതെന്ന് കാണാം. അതിനു വേണ്ടി ഞാനൊരു കാർബൺ പേപ്പർ എടുത്തിട്ടുണ്ട്. കാർബൺ പേപ്പർ വേറെ വേറെ കളറിൽ വാങ്ങാൻ കിട്ടും. വൈറ്റ് കളറിൽ കിട്ടും, യെല്ലോ പിന്നെ ബ്ലൂ കളറിലൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ തുണിക്ക് നമ്മൾ ട്രേസ് ചെയ്യുമ്പോൾ യെല്ലോ ഇല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള കാർബൺ പേപ്പറാണ് നല്ലത്. എന്തിനാണെന്ന് വെച്ചാൽ ബ്ലൂ കളറിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പ്രസ് ചെയ്തിട്ട് വരയ്ക്കുമ്പോൾ ആ ബ്ലൂ കളറ് തുണിയിലേക്ക് പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വൈറ്റ് ഇല്ലെങ്കിൽ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. ഈ കാർബൺ പേപ്പർ ഫ്ലിപ്കാർട്ടിലൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇനി എങ്ങനെയാണ് തുണിക്ക് ട്രേസ് ചെയ്യുന്നതെന്ന് കാണാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ആ കാർബൺ പേപ്പറിൻ്റെ വൈറ്റ് വശം, പ്ലെയിൻ വശം നമ്മൾ തിരിച്ചാണ് വെക്കേണ്ടത്. അങ്ങനെ തിരിച്ച് വെച്ചിട്ട് നമ്മൾ ട്രേസ് ചെയ്ത് എടുത്ത ഡിസൈന് അതിൻ്റെ മുകളിൽ വെക്കണം. ഇത് നമുക്ക് ട്രേസിങ് പേപ്പറിലോട്ട് പകർത്താതെ ആ പേപ്പറിൽ തന്നെ ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പെൻസിലിൽ കുത്തി വരയ്ക്കുമ്പോൾ ആ പേപ്പർ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇനിയൊരു തവണ ആ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല. ഈ ട്രേസിങ് പേപ്പറിലോട്ട് പകർത്തി കഴിഞ്ഞാൽ ആ ഡിസൈൻ ഒന്നും കേടുവരാതെ അതുപോലെ തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് ടൈം നമുക്ക് വേണമെങ്കിൽ അത് വെച്ച് തന്നെ ട്രേസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ മുകളിൽ കൂടെ തന്നെ വരച്ചു കൊടുക്കണം.
ഇപ്പോൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തുണിയിലോട്ട് നന്നായി ഡിസൈൻ വന്നിട്ടുണ്ട്. ഈ പിക്കോക്ക് ഡിസൈനിന് ഞാൻ എംബ്രോയ്ഡറി ഇന്ന് ചെയ്യുന്നില്ല. അടുത്ത വീഡിയോയിൽ എംബ്രോയ്ഡറി ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു പേപ്പറിൽ വരച്ചിട്ട് അതിനും ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഒരു ഫ്ലവറൊക്കെ നമുക്ക് ഒരേ സൈസിലൊക്കെ വരണമെങ്കിൽ ഒരു ഫ്ലവർ നമ്മൾ വരച്ചാൽ മതി. പിന്നെ അത് വെച്ചിട്ട് എല്ലായിടത്തും മാർക്ക് ചെയ്തിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. താങ്ക്